ഗൈസ് അങ്ങനെ എല്ലാവരും ബോട്ടിലേക്ക് കയറി. ആ ബോട്ടിൽ കയറാൻ്റെ ഇടയ്ക്ക് മഷു ഒന്ന് സ്ലിപ്പായിട്ട് താഴത്തേക്ക് വീണൊന്ന് കാലൊന്ന് ആ വുഡിൻ്റെ ഇടയിൽ ഒന്ന് പോയിട്ട് ചെറുതായിട്ടൊന്ന് ഇറങ്ങി. കുഴപ്പമില്ല, സെറ്റായിട്ടുണ്ട്. പിന്നെ പ്രത്യേകം കുഴപ്പമില്ല, സെറ്റായിട്ടുണ്ട്. പിന്നെ പ്രത്യേകം പറയാനുള്ളത്, ഞങ്ങളവിടുത്തെ ബീച്ചിൽ ഇറങ്ങിയപ്പോഴത്തേക്കും അവിടെ ഈ ജെല്ലി ഫിഷുകളൊക്കെ ഉണ്ട്. അത് നമ്മൾ കാണില്ല ഈ സാധനത്തിന്. അപ്പോൾ അവിടെ ഒരു പ്രത്യേകം എഴുതിയിട്ടുണ്ട് ബീവെയർ ഓഫ് ജെല്ലി ഫിഷ് എന്നും പറഞ്ഞ്. അത് ഇങ്ങനെ സ്കിന്നി ചൊറിയും. എനിക്ക് കയ്യും ഇങ്ങനെ നെഞ്ചൊക്കെ എനിക്കിങ്ങനെ ചെറിയ രീതിയിൽ ഇച്ചിങ് വരാൻ തുടങ്ങി. അപ്പം തന്നെ എല്ലാവരും പറയും കയറിക്കോ പണിവാളും ഞാൻ നിൽക്കേണ്ടെന്ന്. ഓക്കെ, നമ്മുടെ ബോട്ട് സ്റ്റാർട്ടായിട്ടുണ്ട്. എല്ലാവരും ഇരിപ്പായി. മിക്കവാറും ഞങ്ങളെല്ലാവരും കൊച്ചിയിലെത്തുമ്പോഴത്തേക്കും ഞാൻ മൊത്തം ചുമന്നിരിക്കണ്ടാവും. ഇവരൊക്കെ കാനടിച്ച് കറുത്തിട്ടുണ്ടാവും. അത്ര വെയിലും. പിന്നെ നമ്മളിതൊക്കെ ഒരു ട്രിപ്പായിട്ട് ഇറങ്ങിയല്ലേ, ഫുള്ള് വൈബ് എടുത്ത് എൻജോയ് ചെയ്തിട്ട് പോകണം. ഇപ്പൊ വെയിലൊന്നും നോക്കിയിട്ട് കാര്യമില്ല. അതാണ് കൊച്ചും എല്ലാരും. അതാണ് പറഞ്ഞിട്ടാ, നീ കേട്ടിട്ടുണ്ടാവില്ല. ലൈഫിൽ കിട്ടുന്ന ചാൻസ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യണം. വെയിലും ചൂടൊന്നും നോക്കിയിട്ട് കാര്യമില്ല. മാക്സിമം അടിച്ച് പൊളിക്കുക. ബാക്കിയൊക്കെ നമുക്ക് തിരിച്ച് നമ്മൾ അവിടെ ചെന്നിട്ട് നമ്മുടെ ബിബി ക്രീം ഉണ്ടല്ലോ അല്ലേ, ഞാൻ സോരിച്ചിരിക്കണം. അതേ അത്രേ ഉള്ളു ഗൈസ്. അപ്പൊ കാറ്റടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ അമ്പർല കറക്റ്റായിട്ട് പോയി പിടിച്ചില്ലെങ്കിൽ പണി കിട്ടും. അപ്പൊ ലെറ്റ്സ് ഗോ. എങ്ങനെയാണ് സിനിമ ഓടിക്കുന്നത്? അവിടെ രസമില്ല, എവിടെ ഇരിക്കാനാണ് രസം. അടിപൊളിയല്ലേ ബാക്ക്ഗ്രൗണ്ട് പൊളിച്ച്. ഞാനെന്താ തമ്പുരാണ്. ഗൈസ് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം ജെല്ലി ഫിഷ് കാണാൻ പറ്റും. വൈറ്റ് ആയിട്ട് ഒരുപാടുണ്ട് ഈ ഏരിയയിൽ. ഒരുപാട് ജെല്ലി ഫിഷുകളുണ്ട്. ഇതുണ്ടല്ലേ, ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം. കണ്ടമാനുണ്ട് ഇവിടെ. അതല്ല ജെല്ലി ഫിഷ് അല്ല, കുറെ ജെല്ലി ഫിഷാണ്. അടിപൊളി വ്യൂ. കലക്കം ബോട്ട് കിടക്കുന്നുണ്ട് അവിടുത്തെ. ഞാനിവിടെ ആയിട്ട് എങ്ങനെ ഇരുന്ന് വീഡിയോ എടുക്കണം നിങ്ങൾ കാണാൻ ചിരിച്ചാവും. വളരെ സാഹസികപരമായ അതും അവിടെയൊക്കെ ഒരു ഐലൻഡ് ഉണ്ട്. അതും ഒരു ഐലൻഡാണ്. പിന്നെ നമ്മുടെ ഒരു ഐലൻഡ് കാണണ്ടാക്കുന്നത്. അടിപൊളി. ഗൈസ് അങ്ങനെ നമ്മൾ വന്ന് ചിക്കൻ ഐലൻഡ് എത്തിയിരിക്കുകയാണ് ഗൈസ്. ചിക്കൻ ഐലൻഡ് അത് കണ്ടില്ലേ, എന്താ ഉദ്ദേശം എന്ന് വെച്ചാൽ അതിന്റെ തല കണ്ടില്ലേ, ചിക്കൻ അല്ല, അതായിരിക്കണം ചിലപ്പോൾ ചിക്കൻ ഐലൻഡ് എന്നുള്ള പേരിട്ടകള്. എന്തായാലും നമ്മുടെ ബോട്ട് ഓടിക്കുന്ന ഡ്രൈവറാണ് പറഞ്ഞത് ചിക്കൻ ഐലൻഡ് എന്നുള്ളത്. ഓക്കെ, നിങ്ങൾ റെഡി അല്ലേ മക്കളെ? പൊളിയല്ലേ? നല്ല വെയിലൊക്കെ കൊണ്ട് സൂപ്പർ ആയിട്ടല്ലേ? ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഫുൾ വെയിലെത്തി.
അടിപൊളി ഗൈസ്, അടിപൊളി, സൂപ്പർ സൂപ്പർ. എവിടെ അവര് വേറെ എവിടെയോ? ഹലോ ഗൈസ്, ഇത് അവിടെ നോക്കൂ, ഗ്രീൻ കളർ വെള്ളം, ഗ്രീൻ കളർ, അടിപൊളി. ഇപ്പൊ നമ്മ പോയിക്കൊണ്ടിരിക്കുന്നത് ബ്ലൂ, അവിടെ ആ ഒരു സൈഡിലായിട്ട് ഗ്രീൻ കളർ വാട്ടർ. ഞാൻ കുറച്ചും കൂടെ സൂം ചെയ്ത് കാണിച്ചു തരാം. നമ്മുടെ തൊട്ടിപ്പുറത്തൊരു ബോട്ടുണ്ടല്ലോ, അടിപൊളി അടിപൊളി, അടിപൊളി ഗ്രീൻ കളർ വെള്ളമുള്ള അവിടെ. അവിടെ കുറെ പേരൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അതൊരു ഐലൻഡാണ്, ഒരുപാട് പേര് അവിടെ ഇറങ്ങിയിട്ടുണ്ട്. നൈസ്, സൂപ്പർ സൂപ്പർ, ഭയങ്കര രസമുണ്ടാക്കിയിട്ടാണ്. ഞാൻ പോലെ പച്ച കളർ, ഇവിടെയൊക്കെ പച്ച കളർ. അടിഭാഗം കാണാം, അവിടെയൊക്കെ അടിഭാഗം കാണാം, അടിപൊളി. ഇതേ നോക്കി അടിഭാഗം കാണുന്ന നോക്കി, സൂപ്പറായിട്ട്, ഭയങ്കര ക്രിസ്റ്റൽ ക്രിസ്റ്റൽ ക്ലിയർ. പക്ഷേ സൗകര്യമാക്കിട്ട് ഇതേ കണ്ടേ. അയ്യോ, ഇവിടെയൊക്കെ സ്നോർക്ലിംഗ് ചെയ്യാൻ എന്ത് രസമായിരിക്കും അറിയോ? ചാടാന്നോള് ഇന്ന് ചാടി നീന്തിയിട്ട് വരാറുണ്ട്. ആ സൂപ്പർ സൂപ്പർ, അടിപൊളി, സൂപ്പർ, അടിപൊളിട്ടാ. ഞാൻ മോനെ പോലി നല്ല ക്ലിയർ. അവിടേക്ക് നോക്കി എന്ത് ക്ലിയർ ആണോ, ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ളത്. ഇതേ ഇവിടെ ഒരു ഐലൻഡ്. വാവ്, പോളി പോളി പോളി. അവിടെ ഒരു ഷോപ്പൊക്കെ ഉണ്ട് കേട്ടാ. അടിപൊളി ഗൈസ്, ഇതല്ലേ എന്ത് രസമൊക്കെ, എന്ത് ക്രിസ്റ്റൽ ക്ലിയർ ആയി കിടക്കണത്. പല കളറ്, ബ്ലൂ, ഗ്രീൻ, ഭയങ്കര ക്രിസ്റ്റല്. ഇവിടെ ഉമ്മയും മോളും കൂടെ എന്താണ് യുദ്ധം. അടിപൊളി അടിപൊളി, ഭയങ്കര രസം, സൂപ്പർ സൂപ്പർ. ആ അടിപൊളി, എന്ത് രസമാണെന്ന് നോക്കുന്നത്. ഇവിടെയൊക്കെ നമുക്ക് വെയില് നമ്മുടെ സ്കിന്നൊന്നും പോണത് നമ്മൾ മൈൻഡ് ആക്കില്ല. വിച്ച് ഐലൻഡ്? Top Island. Top Island. Cook Island. Top Island. Cook Island. Okay, okay. Nice, nice. അല്ല, അതവിടെ എഴുതി വെച്ചിട്ടുണ്ടാവില്ല, നമുക്ക് അവിടെ നോക്കുമ്പോൾ നമുക്ക് ക്ലിയർ ആവും. സൂപ്പർ. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ഇറങ്ങാതെ, ഇവിടെ ഇറങ്ങിയിട്ട് നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് വരാം. വരൂ, എല്ലാവരും എണീറ്റോളൂ. ആ, ഓരോരുത്തരായിട്ട് ഇറങ്ങാം. സാധാരണ നമുക്ക് ഇങ്ങോട്ടൊക്കെ വരുമ്പോൾ വെള്ളത്തിറങ്ങാൻ ഭയങ്കര മടിയായിരിക്കില്ലേ? ഇത് കൊതിയാണ് വെള്ളത്തിറങ്ങാൻ. എനിക്ക് ഇവിടെ കിടക്കാൻ തോന്നി. ഇത് നല്ലോണം പ്യൂർ ആയിട്ടുള്ള വെള്ളം. എന്തെങ്കിലും കാണാൻ പറ്റും സൈക്കു. വെള്ളത്തിൽ ഇറങ്ങണില്ലേ? നല്ല പണക്കിട്ട് വന്നേട്ട് സിക്കൊന്ന് പോയിന്റെ കാലിട്ട് ഓക്കെ, ഞാൻ ഇറങ്ങട്ടെ. മച്ചി എന്നാ ഫോൺ പിടിച്ചോ. അതായത് ലൈഫില് നമ്മള് ഒറ്റ ലൈഫുള്ളൂ. നമ്മള് ആളുകൾ എന്ത് പറയണതൊന്നും നമ്മൾ ചിന്തിക്കരുത്. അതെ, നമ്മുടെ ഇഷ്ടത്തില് എൻജോയ് ചെയ്ത് ജീവിക്കുക. മനസ്സിലായി? അത് ഇവിടേക്ക് വന്ന് ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. കാരണം പടച്ചോൻ തന്നിട്ടുള്ളൊരു ഭാഗ്യമല്ലേ ഇതൊക്കെ, നമ്മളെ ഈ ലോകം ചുറ്റി കാണുക എന്നുള്ളത്. ഇവിടേക്ക് വന്ന് ഇതൊക്കെ കണ്ടപ്പോഴേ വല്ലാത്തൊരു എക്സ്പീരിയൻസ്. എന്തൊക്കെ കാണാൻ കിടക്കുക ഈ ലോകത്ത്, പടച്ചോന്റെ ഒരു സൃഷ്ടി. അതാ പറയാം, ഇതൊക്കെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യുക. നമ്മുടെ ലൈഫ് ഒരേ ഒരു ലൈഫുള്ളൂ, അടിച്ചു പൊളിക്കുക. അപ്പൊ പിള്ളേരൊക്കെ ആദ്യം ഇറക്കി, സോനിയൊക്കെ ഇറക്കി, ലാസ്റ്റ് വരും പയ്യ ഇറക്കി കൊണ്ടുവന്നാണ്.
എപ്പോഴും ഉറക്കമാണ്. അപ്പൊ കുട മസ്റ്റായിട്ട് പിടിക്കണം, അല്ലെങ്കിൽ സൈവൊക്കെ വെയിലത്ത് ഉണങ്ങാനിരിക്കണം. ഇതിൽ എഴുതിയിട്ടുണ്ട് തേയിൽ വേക്ക് ക്രാബി തായ്ലാൻഡ് അൺസീൻ ക്രാബി ഹാറ്റ് നോ. ഓ ഇതൊക്കെ വായിക്കാൻ നല്ല കാര്യമുള്ളൂ. കോഫി നാഷണൽ പാർക്ക് അതന്നെ. നിങ്ങൾ വായിച്ചോ, എന്നെ കൊണ്ട് വയ്യ. ഇവരുടെ ഭാഷയിൽ വായിച്ചു തരുമ്പോ വേറെ അല്ല, ഇവരുടെ ഭാഷ വായിക്കണമെങ്കിൽ എന്തായിരുന്നോ ചൂട് സാധനം വായിലോട്ട് ഇടണം. അല്ലത് വായിലേക്ക് ചൂട് സാധനം ഇട്ടിട്ട് പറഞ്ഞാൽ മതി, കറക്റ്റ് ആയിരിക്കും. ആഹാ നല്ല സുഖത്തിനടപ്പിരിക്കണം. നോക്കി വീടല്ലേ. ഇവിടെ കുടിക്കാനൊക്കെ എന്തുണ്ട് നോക്കാം. തുടക്കം പറഞ്ഞില്ലേ നാഷണൽ പാർക്ക് എൻട്രൻസ് ഫീ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് ഈ ഒരു ഐലൻഡിൽ വരുന്നവരാണ് ആ ഫീ വാങ്ങിച്ചത്. അഡൽറ്റിന് 200 ആണ്, ചൈൽഡിന് 100 ആണ്. അവിടെ ഓൾറെഡി എഴുതി വെച്ചിട്ടുള്ളത്. ഇത് നമ്മൾ ഇവിടെ നമ്മൾ എത്രയിന് മുമ്പ് നമ്മുടെ കയ്യിൽ ആ ബോട്ടുകാർ നമ്മളിൽ നിന്ന് കയറുമ്പോൾ തന്നെ അവർ ആദ്യം തന്നെ വാങ്ങിച്ചെടുക്കും. ഓക്കെ, അപ്പൊ ഇതാണ് സംഭവം. പിന്നെ അവിടെ ഇതിന്റെ അൺസീൻ ക്രാബി ക്രാബി തായ്ലാൻഡ്. എന്തായാലും ഈ നമ്മളിവിടെ ക്രാബിൽ വരുമ്പോഴത്തേക്കും മസ്റ്റ് ആയിട്ട് ഇവിടെ വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസ് ആണ് കേട്ടോ. അത് ഞാൻ വീണ്ടും 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 എടുത്തെടുത്ത് പറയുന്നത്. അല്ല ഇതിന്റെ നടുക്കുവാൻ കാണിച്ചില്ലേ, കുറച്ച് നടക്കാൻ പറ്റണ പോലെ. ഈ നടുക്ക് കണ്ട, ഈ നടുക്ക് കുറച്ച് ദൂരം വരെ അങ്ങോട്ട് നടക്കാം. ആ ഒരു ഐലൻഡ് പോലെ കാണുന്നുണ്ട് അവിടെ അടുത്തോരം പോയി നടുക്ക് കൂടി. ഈ രണ്ട് സൈഡിൽ രണ്ട് കളർ നോക്കിയിട്ട് ബ്ലൂവും ഡാർക്ക് കളർ രണ്ട് സൈഡിലും ഇങ്ങനെ. ഈ ഒരു ഐലൻഡ് ആണത്. നമ്മൾ നേരെ ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ നൂഡിൽസ് ഉണ്ട്, സീ ഫുഡാണ് ഉള്ളത്. അപ്പോൾ ഒരു പ്രോൺസിന്റെ പിന്നെ ഒന്ന് സീ ഫുഡിന്റെ തന്നെ വേറെ എന്തോ സംഭവം കറക്റ്റ് മനസ്സിലായിട്ടില്ല എന്താണ്. വേറെ ഭാഷയിലാണ് അതിന്റെ പേര് വെച്ചത്. അതിൽ ഇംഗ്ലീഷിലില്ലല്ലേ? ഇല്ല, അതിലുണ്ട്. പിന്നെ ഞാനൊരു കോഫി മിക്സ് ചെയ്ത് എടുത്ത് എനിക്കൊരു കോഫി കുടിക്കാൻ തോന്നി എല്ലായിടത്തും. അപ്പൊ എല്ലാം കൂടെ 160 ബാത്തായി. 160 ബാത്ത്. അങ്ങോട്ട് മുകളിലോട്ട് കയറാനുണ്ടല്ലേ? എല്ലാരും അവിടെയൊക്കെ കയറി ഇറങ്ങിയേക്കുന്നുണ്ട്. എന്താണ് പക്ഷെ കടുപ്പം കൂടിപ്പോയിട്ട് പക്ഷെ അവിടെ വെള്ളം വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്. ആ ടൈമിൽ ഞാനൊരു വാട്ടർമെലൻ സ്മൂത്തി പറഞ്ഞു. എന്റെ വാട്ടർമെലൻ സ്മൂത്തി എടുക്കുന്നുണ്ട്. വാട്ടർമെലൻ ഓക്കെ. ഞാൻ ഈ ഫ്ലേവറും വാട്ടർമെലനും കൂടി എടുത്തേക്കണം പറഞ്ഞേക്കണം. ഈ എൻ്റെ വാട്ടർമെലൻ സ്മൂത്തിയിൽ അവർ വാട്ടർമെലൻ ഇട്ട് വാട്ടർമെലൻ്റെ സിറപ്പ് ഇട്ട് പഞ്ചസാര ഇട്ടിട്ടില്ലേ? എനിക്ക് പഞ്ചസാര വേണം. Yes guys, watermelon smoothie. Kapun ka. Nah, kapun ka. ചിൽഡ് കുടിക്കുമ്പോൾ ആശ്വാസമല്ലേ? ഞാൻ ഒരു കോപ്പി എടുത്തിട്ടേ അത് ഞാൻ പറഞ്ഞായിരുന്നു. ഞാൻ ഇപ്പൊ കാണിച്ചു. അതെ, അത് മധുരം ഞാൻ മര്യാദക്ക് കറക്റ്റ് കോഫിയുടെ പൗഡർ കറക്റ്റ് ഇട്ട്. അപ്പൊ അവര് പറഞ്ഞു ഇട്ടോ ഇനി വിട്ടു. അത് അവരുടെ കടുപ്പമായിരിക്കും. ഇവിടെ എല്ലാം നമ്മുടെ സ്റ്റൈലേ അല്ല. ആ വാട്ടർമെലന് മധുരം ഇല്ലാട്ട് ഞാൻ പറഞ്ഞു ഷുഗർ. എസൻസ് ഉണ്ട്, വാട്ടർമെലൻ ഇട്ട് എന്നിട്ട് എസൻസും ഇട്ട്. എന്നിട്ട് ഞാൻ മധുരം ഇടാൻ പറഞ്ഞപ്പോ അവര് ഷുഗറും ഇല്ല സിറപ്പും ഇല്ല. ഗൈസ് അങ്ങനെ ഞങ്ങൾ നൂഡിൽസ് ഒക്കെ കഴിച്ചു. കൊള്ളായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ കുറച്ച് റീൽസിന്റെ ക്ലിപ്പിംഗ്സും കുറച്ച് ഫോട്ടോസും എല്ലാം എടുത്ത് എല്ലാവരും ഹാപ്പി ആയി. സൈഗ് മാത്രമേ കുറച്ച് പേടിച്ച് ഇങ്ങനെ ഇരിക്കുന്നത്. കാരണം അവന് കഴിഞ്ഞ വീഡിയോയിൽ മറ്റേ ഉടുമ്പ അതുപോലത്തെ സാധനത്തിൽ കണ്ടപ്പോൾ പേടിച്ചിട്ട് പിന്നെ അതിനുശേഷം ഓണായിട്ടില്ല. ഞാൻ പൊക്കിക്കൊണ്ടെന്നാണ് കരയിൽ കൊണ്ട് നിർത്തിയത്. അല്ല സൈഗു പേടിക്കാനൊന്നുമില്ല, ഡാഡയില്ലേ? ഫസ്റ്റ് ഡാഡ് ഓടും, അത് കേട്ടാൽ നീ ഓടുകയുള്ളൂ, പേടിക്കണ്ട. ഗൈസ് അങ്ങനെ നമ്മള് ഈ ഐലൻഡ് അങ്ങനെ നിന്ന് എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോ നമ്മ അടുത്തത് എന്താ സംഭവം എന്ന് ബോട്ടിൽ കയറുമ്പോൾ അറിയാം അല്ലേ? ഓക്കെ, എന്തായാലും അടിപൊളിയാണ്. തകർപ്പം വെയിൽ ഗൈസ്, ഒരു രക്ഷയില്ല, പൊള്ളിയിട്ടില്ലേ? പക്ഷെ എത്രയൊക്കെ പൊള്ളലുണ്ടെങ്കിലും എത്രയൊക്കെ സ്കിന്ന് ഡാമേജ് ആയാലും ഇതെല്ലാം എക്സ്പ്ലോർ ചെയ്തില്ലെങ്കിൽ വേസ്റ്റാണ്. ഓക്കെ, അതേണ്ട നമ്മുടെ ബോട്ട് ഇവിടെ ഉണ്ട്. വാ, നമ്മുടെ ബോട്ട് ഇവിടെ ഉണ്ട്. വേണ്ട, അതിന്റെ ആവശ്യമില്ല. സെയിം ബ്രദർ, സമയമായിരുന്നു. ഒന്നും കൂടി ഉണ്ടെന്ന് ചെല്ലി. എല്ലാരും വണ്ടി കയറിക്കോ.
വണ്ടി ബോട്ടിൽ കയറിക്കോ. എല്ലാം ഒരെണ്ണം കാണിച്ചില്ല കഴിച്ചു. അതാണ് അവിടെ ലാൻഡ് ഇറങ്ങാൻ പറ്റില്ല. കയറിക്കോ. വൺ മോർ. ഗൈസ് അങ്ങനെ ഞങ്ങൾ എല്ലാവരും വീണ്ടും ബോട്ടിലേക്ക് കയറി. എന്ത് പറ്റി ഡാഡയുടെ മുത്തുമണികൾക്ക്? എന്ത് പറ്റി? എന്ത് പറ്റി ഡാഡയുടെ സൈഗ് മുത്തിന്? എന്ത് പറ്റി? കാല് മണ്ണ, അതാണ് പറ്റിയത്. അതൊന്നും എന്താന്നറിയോ, നമ്മള് ഇവരെ പൊത്തി വളർത്തി. അയ്യോ മണ്ണായല്ലേ, കൈവൊട്ടും കാല് പൊട്ടും, പുറത്തിറങ്ങണ്ട, ഓടണ്ടെന്നും പറഞ്ഞിട്ട് നമ്മ മക്കളെയൊക്കെ ഇത്ര കെയർ ചെയ്ത് വളർത്തുമ്പോഴത്തേക്ക് അവർക്ക് ഇതുകൊണ്ട് മണ്ണും ചെളിയൊക്കെ കാണുമ്പോ ഇറിറ്റേഷൻ ആവും, പേടിയാവും. അങ്ങനെ അത്ര പേടിക്കേണ്ട ആവശ്യമില്ല. ഞാനും മണ്ണില് കപ്പലിന്റെ പുറത്ത് കളിച്ചു. ബെറ്റർ ആകുന്നുണ്ട്. 2 ഇഞ്ച് അതങ്ങോട്ട് കാറ്റത്ത് അങ്ങോട്ട് പോകും. പിന്നെ എന്താടി നീ ഇവിടെ വന്ന കല്യാണം ചോദിച്ചാ? ബോട്ട് വയ്ക്കേ സാധാരണ മിക്കൊരു അത് കൂട്ടത്തെ ബോട്ടിലായിരിക്കും വന്നത്. ഇത് കണ്ടില്ലേ എല്ലാരും കൂടെ. പക്ഷെ അതിൽ എൻജോയ് ചെയ്യാൻ പറ്റില്ല നമുക്ക്. ഇത് പ്രൈവറ്റ് ബോട്ട് ആകുമ്പോൾ നമുക്ക് ഇതുപോലെ എൻജോയ് ചെയ്ത് വരാൻ പറ്റും. അത് കൊള്ളില്ല. അതുകൊണ്ടല്ലേ ഈ പ്രൈവറ്റ് ബോട്ട് വേണമെന്ന് പറഞ്ഞത്. അച്ഛാ നമ്മളിഷ്ടം വീഡിയോ കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ വൈബിലേക്ക്. മറ്റേ ആകുമ്പോൾ ഒരുപാട് ആൾക്കാരുണ്ടാവും അതിൻ്റെ. അത് മനസ്സിലായോ? എല്ലാത്തിലും ലിമിറ്റേഷൻസ് ഉണ്ടാവും. അതെ വൈബായിരിക്കും. ഇടക്കിടക്ക് നല്ല ഫുഡൊക്കെ കഴിച്ചിട്ടിരിക്കുക. നല്ല അടിപൊളി സ്പീഡ് ബോട്ട് കാണിച്ചിട്ടുണ്ട് ഡബിൾ എഞ്ചിന്റെ. അപ്പുറത്തേക്ക് ആ ബോട്ടാണ് ഞാൻ ആദ്യം എടുക്കാൻ വേണ്ടി പോയത്. അത് പക്ഷെ അതിൽ ഇത്ര എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല കേട്ടോ. നല്ല സ്പീഡിൽ പോവുകയും ചെയ്തത്. ഇത് നൈസാ. ഇത് കുറച്ച് ഓപ്പൺ ആയ കാരണം രസമാണ്. അതെ അതെ അതെ. ഓക്കെ നമ്മൾ ഇറങ്ങിയ ഐലൻഡ് അതാണ്. അതെ വൈഡ് ലെൻസിൽ കാണാൻ ഭയങ്കര രസമുണ്ട്. അത് ജസ്റ്റ് ഇങ്ങനെ നടന്ന അപ്പുറത്തെ ഐലൻഡിലേക്ക് പോയി ഇതേപോലെ തന്നെ ജസ്റ്റ് അവിടെ വരെ കയറിയിട്ട് തിരിച്ചും കൂടെ വരും. അത്രേ ഉള്ളൂ. പൊളി 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 പൊളിയേ പൊളിയേ പൊളി 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 പൊളിയേ. അയ്യോ ഞാൻ കുറഞ്ഞെടുക്കട്ടെ. തായ്ലാൻഡിൽ പോയി കൊട പറന്ന് ബഷീർ വെള്ളത്തിലിറങ്ങി. അയ്യോ വീഴാണെങ്കിൽ വീഡിയോയിലെടുക്കാലോ. അത് നോക്കിക്കണേ. എങ്ങനെ ഇങ്ങോട്ട് ബോട്ടിൽ വന്നപ്പോഴത്തേക്ക് കാറ്റ് ഭയങ്കര കുറവായിരുന്നു. അപ്പം ഞാനും കുട നിവർത്തിയിരിക്കാന്ന് വിചാരിച്ചു. അപ്പം നമ്മൾ അടുത്ത ഐലൻഡിലേക്ക് എത്തിയിട്ടുണ്ട്. ലാസ്റ്റ് ഐലൻഡ് എന്നാ പറയണത്. ഒരു ഐലൻഡ് നമ്മളെ ജസ്റ്റ് കൈ കൊണ്ട് കാണിച്ചതാണ് ചിക്കൻ ഐലൻഡ് എന്ന് പറഞ്ഞിട്ട്.
അവിടെ ഇറങ്ങാൻ പറ്റിയില്ല, ഇറക്കിപ്പിച്ചില്ല. അവിടെ ഇറങ്ങാൻ സ്ഥലമില്ലെന്നോ, ജസ്റ്റ് കാണിച്ചു തരുള്ളൂ. 4 ഐലൻഡാണ് പറഞ്ഞേക്കണം, ഇത് 4ാമത്തെ ഐലൻഡ് എന്നാണ് പറഞ്ഞത് അവര്. നമുക്ക് നോക്കാം, ഇറങ്ങി നോക്കാം. അടിപൊളി അടിപൊളി. എന്റെ പൊന്നു അരിപ്പായി. ശരിക്കും എല്ലാരും നല്ല പൊള്ളനായിരുന്നു. ഞാൻ ചുമന്നിരിക്കണാണ്, ഞാൻ ചുമക്കുള്ളൂ ചെയ്യുള്ളൂ. കാരണം ഞാനൊക്കെ നാച്ചുറൽ കളറാണ്. അതുകൊണ്ടിട്ട് അദ്ദേഹം കാണിച്ചു കൊടുക്കാം. സുനിന്റെ കൈയൊക്കെ കറുത്ത് കരിമാടി ടാനടിച്ചിട്ട്. ഇവിടെ ബാങ്കിൾ ഉണ്ടായിരുന്നേ, ഗോൾഡിന് വളയൊക്കെ എടുത്ത് കാണിക്കണോ? എന്റെ മുഖം നോക്ക് ലക്ഷ്മി. ഡബിൾ കളർ അവിടെ നോക്കണ്ട, ഇവിടെ നോക്കിയാ മതി. അടിപൊളി. ഇതുണ്ടല്ലേ ഡബിൾ കളറാ വന്നേങ്ങളത്, ബ്ലൂ പിന്നെ ഒരു നേവി ബ്ലൂ. മൊത്തത്തിൽ നല്ല രസമുണ്ട് കാണാൻ. ഭയങ്കര രസമുണ്ടോ, നല്ല രസമാണ്. ഇതൊക്കെ ലൈഫ് എൻജോയ് ചെയ്യുന്നുണ്ട്. മസ്റ്റ് എൻജോയ് ചെയ്യേണ്ട സ്ഥലങ്ങളാണ് ഇതൊക്കെ. അയ്യോ പരിപ്പായി. കുറെ വെയിലും ഉണ്ട്, കുറെ ട്രാവൽ ചെയ്ത്. എല്ലായിടത്തും മസ്റ്റ് എൻജോയ് ചെയ്യണം നമ്മൾ എപ്പോഴും പറയുമ്പോൾ പീപ്പിൾ വിൽ ബി ലൈക്ക് മസ്റ്റ് എൻജോയ് ചെയ്യണമെന്ന് നമുക്കുണ്ട്. നിങ്ങളെന്ത് പൈസ തരുമോന്ന്? ആർക്ക് പൈസ കൊടുക്കുള്ള ഗൈസ്? എല്ലാവരും ഹാർഡ് വർക്ക് ചെയ്തിട്ട് കഷ്ടപ്പെട്ട് നമ്മളായാലും വി ഡു എ ലോട്ട് ഓഫ് ഹാർഡ് വർക്ക്സ്, എന്നിട്ട് ഒരു വെക്കേഷനിലേക്ക് എത്താറ് കറക്കം അല്ലേ? സോ അങ്ങനെ എല്ലാവരും ഹാർഡ് വർക്ക് ചെയ്യാം ലൈഫ്. വാവ് ഫൈനലി അവിടെയൊക്കെ നല്ല ഇരിക്കാൻ പറ്റിയ സ്ഥലത്ത്. അവിടെ നോക്കി അപ്പുറത്തെ ആ ഒരു ഇത് ആ റോക്കിന്റെ വലിയൊരു സംഭവം കാണാം, വലിയൊരു റോക്ക്. എവിടെ ഇത് വിട്ട് നമുക്ക് എന്തെങ്കിലും കഴിക്കാനൊക്കെ ഉള്ള സ്റ്റാളുണ്ട്. കഴിക്കുക കുടിക്കുകയൊക്കെ ചെയ്യണമെങ്കിൽ ഇതവിടെ കോണുണ്ട്. അയ്യോ ടയർഡായി. ഈവനിങ് ടൈം അടിപൊളിയായിരിക്കും. നമ്മളെന്തെങ്കിലും കഴിക്കുക കുടിക്കുക അങ്ങനെ ചെയ്യാന്ന് വിചാരിച്ചല്ലേ. നമ്മൾ ഓരോ ഐലൻഡിൽ വന്നിട്ട് എന്തെങ്കിലും കഴിക്കുക കുടിക്കുകയും ചെയ്യാം, അതാണ് നല്ലത്. ഇവിടെ ആയിട്ട് കട്ട് ഫ്രൂട്ട്സ് ഉണ്ട്, വാട്ടർ മെലൺ ഉണ്ട്, പൈനാപ്പിൾ ഉണ്ട്. ആ അത് ഉപ്പിലിട്ട് വെച്ച് ചാറ് പോലെ ഉപ്പിലിട്ട് വെച്ചേക്കണം, അങ്ങനെ എന്തോ സംഭവങ്ങൾ. പിന്നെ ഇതുണ്ട് കരിക്കുണ്ട്, കരിക്ക് കട്ട് ചെയ്തിട്ടുണ്ട് അവിടെ, ഇത് തോട് മാത്രം. പിന്നെ കോണ് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇവിടെ ആയിട്ടുണ്ട് കേട്ടോ ഫുഡ് ഐറ്റംസ്. നോക്കിയേ ഇത്ര ഐറ്റംസ് ഇവിടെ ഉണ്ട്. റൈസ് ഉണ്ട്, പ്രോൺസുമായിട്ടുള്ള റൈസ് ഉണ്ട്. പിന്നെ ഇതൊക്കെ എന്ത് സംഭവം അറിയില്ല. അവിടെ എന്തൊക്കെ സംഭവം കുടിച്ചോ വേണ്ട കുടി. വാട്ട് യു വാണ്ട് ടെൽ മീ. ഇവരിങ്ങനെ ഇംഗ്ലീഷ് പറയണേ. വാട്ട് യു വാണ്ട് ഫിനിഷ്. കരിക്ക് തീർന്നു. ഓക്കെ നമുക്ക് എന്തെങ്കിലും കഴിക്കാം അല്ലെങ്കിൽ കുടിക്കാം. ഗൈസ് നോക്കൂ, അങ്ങോട്ട് നോക്കൂ. യാ മോനെ എന്തായി കാണുന്നേ, എന്ത് രസമെന്നറിയാം വ്യൂ. നമ്മളവിടെ ഇങ്ങനെ നടന്നു വരുമ്പോ ഇങ്ങനെ കാണാം, അടിപൊളി ഹെവി. പാർക്ക് റേഞ്ചർ യൂണിറ്റ് 6 കോപ്പോഡ ക്രാബി തായ്ലാൻഡ്. അടിപൊളി, സൂപ്പർ. അതിൻ്റെ അകത്ത് പുള്ളിക്കാരൻ എന്തോ കാണിക്കുന്നുണ്ട്. എന്താ സംഭവം? ഓ മറ്റേ ഇത് ചെമ്മീൻ്റെ വലിയത്. അയ്യോ ചെമ്മീനല്ലേ, പഴുതാരേ.
ഇവിടെ വലിയ പഴുതാര പോലത്തെ സാധനം. വാട്ട് ഈസ് ദിസ്? വാട്ട് ഈസ് ദിസ്? എന്റെ പൊന്നോ തുറക്കണ്ട, ചാടി വരും. അറിയില്ല എന്ത് സാധനം. പഴുതാരല്ലേ അതേപോലെ ഇരിക്കണ്. അയ്യോ പഴുതാര വലിയ, അതും നമ്മുടെ അവിടുത്തെ ടൈപ്പ് പഴുതാരല്ലേ ഇത്? ആ ഇത് വേറെ ടൈപ്പ് പഴുതാര. അതെന്ത് വലിപ്പോയിനി, അതിന്റെ സൈസ് ഉണ്ട്. പഴുതാരന്റെ വലിയ വേർഷൻ, അതും ഫോറിൻ പഴുതാര. നമ്മൾ സായിപ്പന്മാരെന്ന് പറയില്ല അതുപോലെ. അതെ ജീവനുള്ളത്. ബെസ്റ്റ് സൈക്കിൾ എന്തെങ്കിലും കാണിക്കാതെ സൈക്കിൾ ഓടാൻ. ഓ സോനു ചത്തടങ്ങണ റബ്ബറാണോ? റബ്ബറാണോ മലയാളം പറഞ്ഞ? റബ്ബറാണോ? ചെറിയൊരു സൈക്കിൾ ജീവനുണ്ടോ? ജീവനുണ്ടാ? Not dead. She feed egg. Egg. She put egg. Make a for baby. Egg ആണ്. ഓക്കെ ഒറിജിനൽ റബ്ബറല്ലത്. Right. Oh, that what? ഇപ്പൊ തട്ടി പുറത്തു. Egg. Egg ആണ്. ആ എഗ് Egg ആണ്. എന്റെ പൊന്നു അത് പ്രസവിക്കണം. ഇത് വടി പോലെ നിൽക്കണം. അതങ്ങനെ അനങ്ങാണ്ടിരിക്കണേ. Yeah. From what? From front. ഓക്കെ എന്തായാലും അത് കൊള്ളാം. സൈക്കിൾ തുടങ്ങി. Right,มึงก็มีแหมมันว่าright มึงก็มี അടിപൊളി. അപ്പൊ അതും കണ്ടു നമ്മ. ജീവനില്ലാർന്നിട്ടത്. മുട്ട ഇടണം. ആണല്ലേ? ഞാൻ പാഷൻ ഫ്രൂട്ട് ആണ് പറഞ്ഞത്. പാഷൻ ഫ്രൂട്ട് സോഡ കൊള്ളായിരുന്നു എന്റെ. നീ എന്താ തുപ്പളാ? അതെന്താ? ഞാൻ വിചാരിച്ചു ഞാൻ അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടാവും. ചത്തടങ്ങ വേണം. അതാണ് ചോക്ലേറ്റ്. ആ മതി, നിനക്കെല്ലാം ഉണ്ട്. ഇത് കൂട്ടം എല്ലാം വാങ്ങിച്ചിട്ട് പകുതി വെച്ച് മതിയാക്കിട്ട് കളയണത്. കളയണ്ട, തിന്ന്. എന്ത് വാങ്ങിച്ചാലും കംപ്ലീറ്റ്. ഓക്കെ, നമുക്ക് അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാനുണ്ട്. ബ്രൂനെ കളിപ്പിക്കളി. ചിരിക്കല്. സോനറിയിക്കണേ എന്താ സംഭവം. എന്താ സംഭവം? ഇത് ഓർമ്മയുണ്ട് ആരാണെന്ന്? എന്താ സംഭവം? ആരാ? സുമി. ഇത് കാണൊക്കെ ചിരിക്ക. എന്ത് സംഭവം സുനിത? എന്ത് സംഭവം? എന്ത് സുനിത? ഒരു മൈൻഡില്ലേ? എന്ത് സംഭവം? സുമീനെ ഓർക്കുന്നു തായ്ലാൻഡ് ചെയ്തിട്ട്. സുമീനെ സിരാജിനൊക്കെ മിസ് ചെയ്യുന്നു. ബാക്ക്ഗ്രൗണ്ട് ഉണ്ടോ? ബാക്ക് ബ്ലൂ കളർന്ന്. ബാക്ക് നോക്കി ബ്ലൂ കളറ്. ആ സൺമാറ്റം കാണല്ലേ ഇപ്പൊ നിന്നെ. ആകെ യെല്ലോ ഡ്രസ് മാത്രം കാണാം. ഇതൊക്കെ ഒരു സന്തോഷല്ലേ? അതെ, ജീവിതത്തിൽ ഞാൻ എപ്പോഴും പറയാൻ പോലെ ഒരു ലൈഫ് ഉള്ളൂ. അടിച്ചു പൊളിക്കുക. വെയിലും മണ്ണും ചെളിയിലും എല്ലാം ഉരുട്ട് കളിച്ച് പറ്റും. വെയിൽ വേണം എന്നെ കൊണ്ടോടേന്ന്. അടിപൊളി കിടലം വ്യൂ. ഓ അടിപൊളി വ്യൂ പോയിന്റ്. ഇവിടെ വരുമ്പോൾ തന്നെത്താനെ ഇംഗ്ലീഷൊക്കെ വന്നെ. പൊട്ട ഇംഗ്ലീഷാണെങ്കിലും ഇംഗ്ലീഷൊക്കെ വന്നിട്ട്. അല്ല നമ്മൾ ശരിക്കും നമുക്ക് ഈ എന്താ പറയുക
ഈ ഭാഷ എന്ന് പറഞ്ഞ സംഭവമൊക്കെ നമുക്ക് കൂടുതൽ പഠിപ്പും വിദ്യാഭ്യാസമൊന്നും വേണമെന്നില്ല. ഇതൊക്കെ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഓരോ സ്ഥലത്ത് ഓരോ കൺട്രിയിൽ ചെന്ന ആളുകളോട് ഇടപഴകുമ്പോഴത്തേക്കും തന്നെത്താനെ നമുക്ക് അവിടുത്തെ ലാംഗ്വേജും കാര്യങ്ങളൊക്കെ പതുക്കെ നമുക്ക് അഡാപ്റ്റ് ആവും, പതുക്കെ നമ്മൾ പഠിക്കും. അങ്ങനെയാണ് നമ്മൾ ശരിക്കും ലൈഫ് എക്സ്പീരിയൻസ് ആണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം. ലൈഫ് എക്സ്പീരിയൻസിൽ ഒരുപാട് ലാംഗ്വേജ്, ആളുകളോട് ഉള്ള ഇൻട്രാക്ഷൻ, ഇതെല്ലാം നമുക്ക് കൂടുതലായിട്ട് നമുക്ക് പറ്റും. സുനുവിന് ഭയങ്കര ഇഷ്ടമാണ്. സുനുവിന് ഭയങ്കര ഇഷ്ടമാണ് ബ്രൂവിന്. എന്താണ് ഇവിടെ പിക്കെടുത്ത് തന്നെ അല്ലേ? അതെ അല്ലേ? അയ്യാ ഗൈസ്, എങ്ങനെ നമ്മൾ പോഡ ഐലൻഡും നമ്മൾ തായ്ലാൻഡിൽ വന്നിട്ട് ഫുൾ എക്സ്പ്ലോർ ചെയ്തു. കുറേ നേരം അപ്പുറപ്പുറമൊക്കെ നടന്നു, കുറേ നേരം ഇരുന്നു, റെസ്റ്റ് ചെയ്തു, എൻജോയ് ചെയ്തു. അങ്ങനെ നമ്മൾ പോഡ ഐലൻഡിൽ നിന്നും വിട പറയുകയാണ് ഗൈസ്. അപ്പോൾ ക്രാബിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെയൊക്കെ മസ്റ്റായിട്ട് നിങ്ങൾ വിസിറ്റ് ചെയ്യണം കേട്ടോ. അതാണ് അതിൻ്റെ ഒരു വൈബ്, അതിൻ്റെ ഒരു രസം. ഇതുണ്ടല്ലേ പോഡ ഐലൻഡ്, തായ്ലാൻഡ് പോഡ ഐലൻഡ്. അടിപൊളി. അങ്ങനെ നമ്മൾ തിരിച്ച് ബോട്ടിലേക്ക് ഇറങ്ങുകയാണ് ഗൈസ്. നടുക്കിറങ്ങുകയാണ് നമ്മുടെ ബോട്ട്. വരൂ എവിടെ വരക്കണേ? അത് പിന്നെ സ്റ്റക്കായ? അയ്യോ, അതിന് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത് വരുമ്പോഴത്തേക്ക് ഒരു ടൈം ആവും. യെസ് ഗൈസ്, അങ്ങനെ എല്ലാവരും വണ്ടിയിൽ കയറി. ഇല്ലേ ഇവിടെ ആയിട്ട് നമുക്കുള്ള ചെറിയ കട്ട് ഫ്രൂട്ട്സുകളൊക്കെ ഉണ്ട്. യാ, താങ്ക് യു സോ മച്ച്. കപ്പുൻ ഖാ, കപ്പുൻ ഖാ. ഓ സോനു മോന്തൊക്കെ പൊള്ളിട്ട് ടാനായിരിക്കണ്. പിന്നെ അത്രേ ഉള്ളൂ. എനിക്ക് ബേബി ക്രീം പൊളിയാണ്, ഞാൻ പറയണ്ട. എല്ലാരും ഈ ട്രാവൽ ചെയ്ത എല്ലാത്തിലും പറഞ്ഞു സുഹാനത്ത് നല്ല ഗ്ലോയിങ് ആണ്, നല്ല തിളങ്ങുന്നുണ്ട്, സ്കിന്ന് നല്ല ഗ്ലോയിങ്. അതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷവും. പക്ഷെ എനിക്ക് ഇപ്പോൾ ഈ വെയിൽ കൊള്ളുമ്പോൾ ഒരു കുഴപ്പമില്ലാത്ത വീട്ടിൽ ചെന്നിട്ട് കെയർ ചെയ്താൽ മതി നമ്മുടെ ക്രീം. എന്താ വെച്ചാൽ വെയിൽ കൊള്ളാൻ നമുക്ക് പറ്റൂല, എന്തായാലും കറുത്തു പോകും. ഇനിയിപ്പോ വീട്ടിൽ ചെന്ന് കെയർ ചെയ്ത് പിന്നെ വിളിപ്പിക്കണം, അത്രേ ഉള്ളൂ. അയ്യോ ചൂട്. ഫിഷ് തന്നെ സോനത് പൈനാപ്പിളിന്റെ ഓരോ പീസൊക്കെ ഇട്ട് കൊടുക്കും. കുഞ്ഞു കുഞ്ഞു ഫിഷുകളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ നല്ല ഭംഗിയുണ്ട്, മറ്റേ അക്വാറിയത്തിലുള്ള കളർ മീനെ പോലെ ഉണ്ട്. ഇത് അതിൻ്റെ ഇടയിൽ ഒരു വലിയ ഫിഷ് വന്ന്, അതിൻ്റെ ഇടയിൽ ഒരു വലിയ ഫിഷ്. ഓക്കെ, പോഡ ഐലൻഡ് ഞങ്ങൾ പോവുകയാണ് അല്ലേ? പോഡ ഐലൻഡ്, അതെ പോഡ, ഞങ്ങൾ പോവുകയാണ്. ഒരുപാട് ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ ഇവിടെ വെയിൽ കുറച്ച് കൂടുതലാണ്. ബാക്കിയുള്ള ഐലൻഡിനെ അപേക്ഷിച്ച് ഇവിടെ വെയിൽ ഭയങ്കര കൂടുതലാണ്. അടിപൊളി ഗൈസ്. അങ്ങനെ നമ്മൾ ഐലൻഡൊക്കെ കറങ്ങി വീട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. പടം മാറ്റിയാൽ ഭയങ്കര വെയിലായിരിക്കും. അയ്യോ പൊള്ളിട്ട്. അതെ, ഈ ഒരു ഏരിയ ചൂട് കൂടുതൽ. ഈ ഒരു ഐലൻഡ് വന്നപ്പോൾ ഭയങ്കര ചൂട്. ഒന്ന് ബാലൻസ് ചെയ്തോ. ഇപ്പുറ സൈഡിൽ റോഡിലിരിക്കുമ്പോ എപ്പോഴും ബാലൻസ് ആണോ? കയറിയത് കുറച്ചും കൂടെ, അല്ലെങ്കിൽ ഒരു ചെരിവ് വരും.
ആ അത് തന്നെ ഇപ്പുറ സൈഡിൽ വന്നു. ആ അപ്പൊ ബാലൻസ് ആയി ബാലൻസ്. അത് ബാലൻസ് ആണ്. പശു അവിടെ എബ്രുവിന് ഫുഡ് റെഡിയാക്കിക്കൊണ്ടിരിക്കണേ. പശു എന്തൊക്കെയായാലും കറക്റ്റ് ടൈമിൽ കൊച്ചിന്റെ ഫുഡ് കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് നോക്കും. എല്ലാം എടുത്ത് കുറുക്കൊക്കെ റെഡിയാക്കി അവനെ കഴിപ്പിക്കാനുള്ള പരിപാടിയില്ല. പശു ഇവിടെ വെയിലടിക്കും, കൊച്ചിനുള്ളിലൊക്കെ കയറി കൊടുക്കും. നല്ല വെയിലുണ്ട്, എപ്പോഴും വെയിൽ കൊള്ളണം കൊച്ചു. ചടമണ പോലെ ഇത്രയേറെ ഒരു കുഴപ്പമില്ലട്ടാ, പണി ഉണ്ടാക്കല്ലേ. ആ അവിടെ ബോട്ടുകളുടെ ബഹളമല്ലേ, ഒരുപാട് ബോട്ടുകളുണ്ട്. ഫുള്ള് വൈബിങ്. എന്നെ കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. സൈഗു ഒക്കെ ടാനായിട്ടോ, നല്ലതായിട്ട് ടാനായി സൈഗു. ഫുള്ള് ബോട്ടാണ് ഇതുപോലെ തന്നെ, ഒരുപാട് ബോട്ടുകളുണ്ട്. പൊളിച്ചടക്കിയല്ലേ, പൊളിച്ചടക്കി തകർത്തുന്നല്ല, പൊളിച്ചടക്കി തളർന്നു പോയി. ക്യാമറ പിടിച്ച് കൈ വേറെ എടുക്കുന്നത്. ഓക്കെ, നമ്മളങ്ങനെ കരയിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്നത്. നമ്മളങ്ങനെ തിരിച്ച് ക്രാബിലേക്ക് എത്തി ഗൈസ്. അവരുടെ പിക്കപ്പ് തന്നെ. ആ വന്ന വണ്ടിയില്ലേ അത് തന്നെ. യെസ്, അങ്ങനെ നമ്മള് തിരിച്ചെത്തി. ഇറങ്ങിക്കോ, എല്ലാവരും ഇറങ്ങിക്കോ.